ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വെജിറ്റബിൾ വിത്ത് പനീർ ഒരു സേമിയ വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാൻ. ഞാൻ ഇവിടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സീ ദിസ്. ഇച്ചിരി കറിവേപ്പില, ഇച്ചിരി മല്ലിച്ചപ്പ്, പിന്നെ ഒരു ഇച്ചിരി ബ്രോക്കലി, ഒരു ഇച്ചിരി പാലക് ലീവ്സ്, ഒരു ഹാഫ് ക്യാപ്സിക്കം, ഒരു 2 പച്ചമുളക് ഇങ്ങനെ ഹാഫായിട്ട് കീറിയത്, പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ്, പിന്നെ ഒരു കുഞ്ഞുള്ളി. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ മസാലപ്പൊടികളാണ്. ഉപ്പുണ്ട്, വെജിറ്റബിൾ മസാല, ചിക്കൻ മസാല, മുളക് പൊടി, ഗരം മസാല, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അതിലേക്കാട്ടും ചെറിയ നുള്ള്. ഓക്കെ, ഇത്രയുമാണ് ആവശ്യം. നമുക്ക് ആദ്യം തന്നെ ഞാൻ കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത് എളുപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പം എല്ലാം ഇതിൽ തന്നെ, ഈ കുക്കറിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് എണ്ണ ഒഴിക്കാം. കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇച്ചിരി കടുക് ഇടാം. അത് നല്ലോണം പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം നമ്മൾ കടുക്കൊക്കെ പൊട്ടി നമുക്കിനി ലീവ്സ് ഇടാം, ഇച്ചിരി ഇടാം. നല്ലോണം ഇളക്കിയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇല്ലേ, അതിനകത്ത് മല്ലിച്ചപ്പ് നമുക്ക് ലാസ്റ്റ് ഇടാം. ഓക്കെ, ഈ ക്യാരറ്റ്, ഉള്ളി, അതൊക്കെ നമുക്ക് ആദ്യം തന്നെ ഇടാം. ക്യാരറ്റ്, ഉള്ളി, വേണമെങ്കിൽ ഒരു പച്ചമുളക് കേട്ടോ, ഒരു പച്ചമുളക് കുറച്ച് കഴിഞ്ഞിട്ടിടാം. ഓക്കെ, ഇച്ചിരി ക്യാപ്സിക്കം ഇട്ടോ. ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഞാൻ ബീൻസ് ഇല്ലേ, ഒരു 3 ബീൻസും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇച്ചിരി ബ്രോക്കലി ഇടാം. എല്ലാം ഇട്ടിട്ട് ഇനി നമുക്ക് ഇടാനുള്ളത് പാലക് ലീവ്സും പിന്നെ മല്ലിച്ചപ്പുമാണ്. ഇതൊന്ന് കുറച്ച് വഴണ്ട് വന്ന ശേഷം ഇട്ടാൽ മതി. ഓക്കെ, നമ്മൾ കണ്ടോ, ആ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ ഇട്ടും മല്ലിച്ചപ്പും പാലക്കും അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് നടുക്കൊരു ഇച്ചിരി ഗ്യാപ്പാക്കിയിട്ട് ഒരു ½ ടീസ്പൂൺ നെയ്യ് ഇടാം. അതിലേക്കാണ് നമ്മൾ ഈ മസാലപ്പൊടികളും ഉപ്പും എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, മസാലപ്പൊടി നടുക്കിട്ട ശേഷം ആ നെയ്യിലെല്ലാം നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് കൊടുക്കാം. ഒന്നിച്ച് മിക്സ് ചെയ്യല്ലേ, ആദ്യം ഇവിടെ നടുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വെജിറ്റബിൾസ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, നെയ്യ് ആഡ് ചെയ്തത് കുറച്ച് ഫ്ലേവർ ആയിക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായ മല്ലിച്ചപ്പും ഈ പാലക് ലീവ്സും കൂടിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ആഡ് ചെയ്ത ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 1, 2. ഓക്കെ, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി നോക്കുക. അത് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. ഓക്കെ, ഇച്ചിരി ഉപ്പ്
കൂടി ആഡ് ചെയ്യാം. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഈ സമയം വേണമെങ്കിൽ ഗ്യാസ് ഇച്ചിരി കൂട്ടി വെച്ചോ. അത്ര വരെ നമ്മൾ സ്ലോയിൽ വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വഴറ്റുമ്പോഴെല്ലാം ചിലപ്പം പൊടികൾ കരിഞ്ഞു പോകാനോ കടുവൊക്കെ ആദ്യം ഇടുമ്പോഴെല്ലാം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സ്ലോയിൽ കുക്ക് ചെയ്താൽ മതി. തിളപ്പിക്കാൻ വേണ്ടി വെള്ളം വെച്ച ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി നല്ലോണം തിള വന്ന ശേഷം ഞാനിവിടെ റോസ്റ്റഡ് ആണ് വെർമിസെല്ലി യൂസ് ചെയ്യുന്നത്. 200 ഗ്രാംസിൻ്റെയാണ്. അതിന് 2 ഗ്ലാസ് വെള്ളം ആവശ്യമാണ്. അപ്പോൾ ഇത് നല്ലോണം തിളച്ച ശേഷം നമുക്ക് ഈ വെർമിസെല്ലി ഇതിലേക്ക് ആഡ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെർമിസെല്ലി ആഡ് ചെയ്യാം. ഒരു കവർ 200 ഗ്രാംസാണ് ആഡ് ചെയ്തത്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ശ്രദ്ധിച്ച് മിക്സ് ചെയ്യണേ. ഇനി നമ്മൾ സ്ലോയിൽ കുക്ക് ചെയ്താൽ മതി. വെള്ളം വറ്റിയെന്ന് കാണുമ്പോൾ നോക്കിക്കോ, അടിക്ക് പിടിക്കാനൊന്നും പാടില്ല. ഓക്കെ, നല്ലോണം വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിൽ കണ്ടോ, ഈ ടൈം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ക്യൂബ്സ് ആക്കിയിട്ടുള്ള പനീറിലേക്ക് ഈ മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഇതിനകത്ത് ഇച്ചിരി ഗരം മസാല, ഒരു നുള്ളാണ് കേട്ടോ, ഇച്ചിരി ഉപ്പ്, ഇച്ചിരി വെജിറ്റബിൾ മസാല, ഇച്ചിരി ചിക്കൻ മസാല, ഇച്ചിരി മുളക് പൊടി. ഓക്കെ, നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കിനി ഇത് കുറച്ച് സമയം മസാല പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈങ് പാന് എണ്ണ ചൂടാക്കി പൊരിക്കാനായിട്ട് റെഡിയാക്കി വെക്കാം. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ പനീർ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സേമിയ കണ്ടോ, നല്ല വിട്ട് വന്നിട്ടുണ്ട് കണ്ടോ, നോൺ സ്റ്റിക്കി ആയിട്ട് നല്ല കറക്റ്റ് വേവിൽ, അടിക്കൊന്നും പിടിക്കാതെ പെർഫെക്റ്റ്ലി കുക്ക്ഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഡിഷാണ് സേമിയൻ്റെ റെസിപ്പീസ്. എനിക്ക് വീട്ടിൽ നിന്ന് അമ്മ ചിക്കൻ വെച്ചിട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വ്രതത്തിലായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പനീർ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പനീർ ടിക്കയും സേമിയ വെജിറ്റബിൾ പുലാവും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, സോ യമ്മി, ഡെലീഷ്യസ്. എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ഹെൽത്തിയാണ്, കാരണം നമ്മൾ ഒരുപാട് വെജിറ്റബിൾസും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പനീറും ആഡ് ചെയ്യുന്നത്, അത് പനീറും നല്ല പ്രോട്ടീൻ റിച്ച് സോഴ്സാണ്. വെരി ഡെലീഷ്യസ്. എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് അടിപൊളി ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസും അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് സോസി പോലെയെല്ലാം ആക്കിയിട്ട് നമുക്ക് ആ ടിക്ക അതിനകത്ത് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം, നിങ്ങളുടെ ഇഷ്ടപ്രകാരം. ഓക്കെ, ദാറ്റ് ഈസ് യുവർ ചോയ്സ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ കുഷ്, സ്പ്രെഡ് പോസിറ്റിവിറ്റി ആൻഡ് ഹാപ്പിനെസ് എവരിവേ. താങ്ക് യു.